അങ്ങനെ ഞാൻ എത്ര വലിയ ഇബാദത്തുകാരനാണ് എന്ന് പറഞ്ഞാലും ഖൽബിൻ്റെ ഉള്ളിൽ ഈ രോഗങ്ങൾ ഉള്ളവരാണ് നാമൊക്കെ. അതിനെ മറിപ്പിക്കാത്ത കാലത്തോളം അള്ളാഹുവിൻ്റെ മുമ്പിൽ വിജയിക്കാൻ എനിക്ക് കഴിയില്ല. മറ്റൊരു ക്യാൻസറാണ് സ്ഥാനമാന മോഹങ്ങൾ. അതേറ്റവും വലിയ ക്യാൻസറാണ്, വല്ലാത്ത ക്യാൻസറാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതിനെല്ലാം ശിഫ കിട്ടണം. ഞങ്ങൾ പഠിക്കേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആ നേതാവിനെ പറ്റി പഠിച്ചാൾക്ക് എന്തിനാണ് സ്ഥാനം? ആ നേതാവിനെ പറ്റി പഠിച്ചാൽ എത്ര നല്ല വിനയാൻവിതനായി മാറും. ചില നേതാക്കന്മാർ അവർ സ്റ്റേജിൻ്റെ സമീപത്തേക്ക് തന്നെ വണ്ടിയിൽ കൊണ്ടുവന്നാലും ഒരു 10 മീറ്റർ സഞ്ചരിക്കാൻ നടക്കാൻ കഴിയാത്ത നേതാക്കന്മാരെ നമുക്കറിയാം. ആധുനിക ലോകമാണിത്. അവർ വന്ന് സംസാരിക്കുന്നത് തവാദു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ പറ്റി നേരത്തെ ഞാൻ വന്നപ്പോൾ ഒരാൾ ചോദിച്ചു, ക്ഷീണമുണ്ട്? ഞാൻ പറഞ്ഞു, എന്ത് ക്ഷീണം? നല്ല AC ട്രെയിനിൽ വന്ന് ഒരു പ്രയാസവും ഇല്ല. നല്ല AC വരും, കാറിൽ വന്നിട്ട് അങ്ങനെ വന്നിട്ട് സ്വാഗതം പറയുന്ന ആൾ പറയും, കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ക്ഷീണം സഹിച്ച് വന്ന്. എന്ത് ക്ഷീണമാണ്? ഇവിടെ വന്ന് പിന്നെ വന്നെത്തി, ഇവിടുത്തെ ഉദാഹരണമല്ല പറഞ്ഞത്, മൊത്തത്തിൽ വന്ന് നല്ല ഫുഡ് കഴിച്ച് നല്ല AC റൂമിൽ കിടന്ന്, എന്നിട്ട് പോകുമ്പോഴും AC തന്നെ. എന്നിട്ട് ഇവിടെ സംസാരിക്കുന്നത് ത്വായിഫിൻ്റെ ത്യാഗത്തെ പറ്റിയാണ്. ഞാനാണ് എൻ്റെ നേതാവ് ഇന്നത്തെ. ഇത് പ്രിയപ്പെട്ട സഹോദരന്മാർ, ഞാൻ പഠിച്ചില്ല. ആരെപ്പറ്റി പഠിച്ചില്ല? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഒരു നേതാവിനോട് വഴിയിൽ പോകുമ്പോൾ സംസാരിച്ച്, ഇവിടെ സംസാരിക്കാൻ പാടില്ല, അപ്പോയിൻമെൻ്റ് എടുക്കണം. ഏത് നേതാവിൻ്റെ അനുയായിയാണ്? മദീനയിലെ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തൊരു പെണ്ണ് വന്ന് പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോടൊന്ന് സംസാരിക്കണം, എൻ്റെ ആവശ്യമൊന്ന് തീർത്തു തരണം. നേതാവ് പറഞ്ഞു, എൻ്റെ ഓഫീസിലേക്ക് വരണമെന്നല്ല, അപ്പോയിൻമെൻ്റ് എടുക്കണമെന്നല്ല, മദീനയുടെ ഏത് ഗല്ലിയിലേക്ക് വിളിച്ചാലും ഞാൻ അവിടേക്ക് വരാം, വന്ന് നിൻ്റെ ആവശ്യം തീർത്തു തരാമെന്ന് പറഞ്ഞ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ആരാരെപ്പറ്റി പഠിച്ചു? ആരാരെ കാല് പിടിച്ച് കൈ പിടിച്ച് മുത്തി അപ്പുറെത്തിച്ച്. അതേസമയത്ത് എൻ്റെ നേതാവിനെ പറ്റി ഞാൻ പഠിച്ചതേയില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലത്തെ നേതാവ് ആരാണ്? ഇത്രയും വലിയ ക്ഷമയുള്ള നേതാവ് ആരാണ്? കഅബ് ഇബ്നു സുഹൈറിനെ കണ്ടവിടെ വെച്ച് കൊല്ലണമെന്ന് പ്രഖ്യാപിച്ചു. ആ കഅബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് വന്നു. ഇത് കഅബാണെന്ന് പറഞ്ഞില്ല, തങ്ങൾക്കും അറിയില്ല. ചോദിച്ചു, മാഫ് കൊടുക്കുമോ? ആർക്കും മാഫ് കൊടുക്കും, കഅബിന് മാഫ് കൊടുക്കുമോ? കഅബ് വന്നാലും മാഫ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ, യാ റസൂലല്ലാഹ് അന കഅബ് ഇബ്നു സുഹൈർ, ഞാനാണ് കഅബ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നൃത്തത്തിൽ ഇരുന്ന് പാടി, ബാനത് സുആദു ഫഖൽബിൽ യൗമ മത്ബൂലു മുതയ്യമുൻ നിസ്റഹാ ലം യുഫ്ദ മഖ്ബൂലു എന്ന് പറയുന്ന 67 വരിയുള്ള ബാനത് സുആദു എന്ന പാട്ട് പാടി, ഇന്നർ റസൂല ലസൈഫുൻ യുസ്തളാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി മഹത്വം പറഞ്ഞു. നാം നേതാവാകാൻ മാത്രമാണ് പഠിച്ചത്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അറിയില്ല. പഠിക്കണം, പിന്നെയും പഠിക്കണം. ആ പഠിക്കുന്ന ലോകത്തിന് എന്തൊരു സന്തോഷമാണ്, എത്ര മധുരമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ.